രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ബ്രഹ്മവിദ്യ ഭഗവാനിൽ നിന്നിട്ടാണ് ലഭിക്കുക. അതാണ് നമ്മൾ ഗുരു പരമ്പര നമ്മുടെ ഹൃദയത്തിൽ വേദാന്താദികൾ പഠിക്കാൻ തുടങ്ങുമ്പോഴേക്കും സങ്കല്പിക്കും, നമ്മുടെ മുന്നിലിരുന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുനാഥൻ ആ പരമാത്മാവ് തന്നെ എന്ന് തിരിച്ചറിയാനുള്ള അവസരമൊരുക്കുന്നു ആ ഗുരുപരമ്പര ധ്യാനം. ഈ ഇരിക്കുന്ന ഹനുമാനുണ്ടല്ലോ, ആ ഗുരുപരമ്പരയെ ഹൃദയത്തില് അചഞ്ചലമായി പ്രതിഷ്ഠിച്ചയാളാണ്. ആത്മജ്ഞാനത്തിനുള്ള യോഗ്യത ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. മനസ്സ് വിമലമായി തീരുമ്പോഴാണ് അധ്യാത്മ ശാസ്ത്ര ഉപദേശം ഉള്ളിലേക്ക് ചെല്ലുക. ആർക്ക് വേണമെങ്കിലും അധ്യാത്മശാസ്ത്രം ഉപദേശിച്ചു കൊടുക്കാം. പക്ഷേ ആരുടെ മനസ്സാണോ സാത്വികമല്ലാതെ രാജസമോ താമസമോ ആയിരിക്കുന്നത്, അവർക്ക് അധ്യാത്മജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനാവില്ല, ഉൾക്കൊള്ളാനാവില്ല. സാത്വിക വിശുദ്ധി കൈവരിച്ച ആളിന് മാത്രമേ അത് ഉൾക്കൊള്ളാൻ പറ്റൂ. ആഞ്ജനേയൻ ആ തലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ബ്രഹ്മവിദ്യ ഉപദേശിക്കാൻ ഇവൻ യോഗ്യനാണ്. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുൻപനല്ലോ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുൻപനല്ലോ. നിർമ്മമൻ, മമത എന്ന് പറഞ്ഞാല് എന്റേത് 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 എന്നുള്ളതായ വിചാരം. ഓരോ വസ്തുക്കളെയും വ്യക്തികളെയും ഒക്കെ എന്റേത് എന്റേതെന്ന് കരുതുന്നതാണ് മമത. അത് ആ വസ്തുവുമായിട്ട് നമ്മുടെ മനസ്സിനെ ബന്ധിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ മനസ്സിനെ ഒന്നിനുമായിട്ടും ബന്ധിക്കാതെ സുരക്ഷിതമായിട്ട് നിർത്താൻ പറ്റും. മനസ്സിന് ഒന്നുമായിട്ടും ബന്ധമില്ലാത്തതാണ്. മനസ്സിനെ കൊണ്ട് വിവിധ ഭൗതിക വസ്തുക്കളിൽ നാം അങ്ങോട്ട് ബന്ധിക്കുന്നു. എന്റേത് 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 എന്നുള്ളതായ വിചാരത്താണ്. അങ്ങനെയുള്ള വിചാരമില്ലാത്തവൻ നിർമ്മമൻ, എന്റേതെന്ന വിചാരമില്ലാത്തവൻ. ഈ ലോകത്തുള്ള ഒരു വസ്തുവിനെയും എന്റേത് എന്നവൻ കാണുന്നില്ല. എല്ലാം പരമാത്മാവിൻ്റേത് എന്ന് കാണുന്നവനാണ്. അതാണ് നിർമ്മമത. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അധ്യാത്മമാർഗത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. അങ്ങനെ അധ്യാത്മവിദ്യക്ക് യോഗ്യനാണ് നിർമ്മമനായിരിക്കുന്ന ആഞ്ജനേയൻ. നിത്യബ്രഹ്മചാരികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവനാണ് ആഞ്ജനേയൻ. ആഞ്ജനേയൻ ബ്രഹ്മചാരിയാണ്. പരമാത്മാവിലേക്ക് തന്നെ തന്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശരീരം കൊണ്ടും നടക്കുന്നവൻ, പരമാത്മാവിലേക്ക് നടക്കുന്നവൻ. എല്ലാ പ്രകാരത്തിലും പരമാത്മാവിന് അനുകൂലമായിട്ട് അനുരൂപമായിട്ട് സഞ്ചരിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ ഒക്കെയാണ് ആഞ്ജനേയൻ. എല്ലാ പ്രവൃത്തിയിലും ആത്മഭക്തി, ആത്മാവിനോടുള്ള ആഭിമുഖ്യം പ്രകടമാണ്. അതാണ് ബ്രഹ്മചാരിയാണ് അദ്ദേഹം. ബ്രഹ്മചാരി, ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കുന്നവൻ. അവരുടെ എല്ലാ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ ആ പ്രവണത മുൻപന്തിയിൽ നിൽക്കും. അങ്ങനെയുള്ള ബ്രഹ്മചാരികളുടെ കൂട്ടത്തിൽ ഒന്നാമനാണ് ഈ ആഞ്ജനേയൻ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം. ഇപ്പോൾ ഇനി കാലം അല്പം പോലും വൈകിക്കേണ്ട. ഉപദേശത്തിന് യോഗ്യനാണിവൻ. നമ്മുടെ തത്വം രാമ സീതാ തത്വം, അത് ആഞ്ജനേയന് ഉപദേശിച്ചു കൊടുക്കണം എന്ന് ഭഗവാൻ ദേവിയോട് ആവശ്യപ്പെടുന്നു. ദേവിയാണ് ആഞ്ജനേയനെ ഉപദേശിച്ചു തുടങ്ങുന്നത്. ദേവി പറഞ്ഞു, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. വീരന്മാര് തലയിലണിയുന്ന കിരീടത്തിന്
നായകനായിരിക്കുന്ന മുഖ്യരത്നമാണ് അല്ലയോ ആഞ്ജനേയ നീ ശ്രീരാമ പാദഭക്തന്മാരുടെ കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠനാണ്. അങ്ങനെയുള്ള നിനക്ക് ഭഗവാന്റെ തന്നെ കാരുണ്യത്താൽ, ഭഗവാൻ ആരാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഭഗവാൻ സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം, ഇങ്ങനെയൊക്കെയാണ്. ഉപനിഷത്തിലെ മഹാജ്ഞാനമാണ് ഇവിടെ ഈ വാക്കുകളിലൂടെ അനർഗളമായി പ്രവഹിക്കുന്നത്. പരമാത്മാവ് ശ്രീരാമചന്ദ്രൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. നേരത്തെ പറഞ്ഞു, സച്ചിദാനന്ദമാണ്, ഏകമാണ്, ഒന്ന് മാത്രമാണ്, പലതില്ല. അദ്വയം, രണ്ടില്ലാത്തതാണ്. ഏകമാണ് എന്നുള്ളതിന് ഒന്നുകൂടി വ്യക്തത വരുത്തി നമ്മെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. അദ്വയം, രണ്ടില്ലാത്തതാണ്. പരബ്രഹ്മമാണ്, ഈ ലോകമായി വികസിക്കുന്ന അദ്ദേഹം തന്നെയാണ്. രാമൻ പരബ്രഹ്മമാണ്. നിശ്ചലം, ദേശകാലാതീതനാകൊണ്ട് അദ്ദേഹം ചലനങ്ങളില്ലാത്തവനാണ്. സർവോപാധി നിർമുക്തം, ഒരു ഉപാധികളും അദ്ദേഹത്തിനില്ല. ഉപാധികൾ നമ്മയെല്ലാം പരിമിതികൾക്കുള്ളിൽപ്പെടുത്തുന്നു. അങ്ങനെ പരിമിതികൾക്ക് കാരണമായി തീരുന്ന ഒരു ഉപാധികളും ഇല്ല. സ്വയം ഉള്ളവൻ, വേറൊന്നിൽ നിന്നുണ്ടായവനല്ല. സ്വയം ഉള്ളവൻ, സ്വയം നിലനിൽക്കുന്നവൻ, അങ്ങനെയുള്ള ആളാണ് രാമൻ എന്നറിഞ്ഞുകൊള്ളുക. അങ്ങനെ ശ്രീരാമതത്വത്തെ ദേവി വളരെ വിശദമായിട്ട് ആഞ്ജനേയനെ കേൾപ്പിക്കുന്നത് നമ്മൾ ഇവിടെ അധ്യാത്മരാമായണത്തിന്റെ തുടക്കത്തിലേ കേൾക്കും. എന്നിട്ട് ദേവി രാമകഥ ചുരുക്കത്തില് ആഞ്ജനേയനെ കേൾപ്പിക്കുകയും ചെയ്യും. തുടർന്ന് ഭഗവാൻ തന്നെ രാമതത്വത്തെ ആഞ്ജനേയന് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇത് ശ്രീരാമചന്ദ്രനും ദേവിയും കൂടി ആഞ്ജനേയന് രാമതത്വം ഉപദേശിച്ചു കൊടുത്ത ഈ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് സാക്ഷാൽ മഹാദേവനിൽ നിന്നിട്ടാണ്. മഹാദേവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നാം കേൾക്കുന്നത്. നമ്മുടെ അധ്യാത്മസാധനയിലൂടെ ഉയർന്നുയർന്ന് ശുദ്ധ സാത്വികതയിലെത്തുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് തെളിഞ്ഞു വരുന്നത്. അതാണ് കൈലാസത്തിൽ വച്ച് ഭഗവാൻ ദേവിക്ക് ഉപദേശിച്ചതാണിത് എന്ന് പറയാനുള്ളതായ കാരണം. ഇങ്ങനെ രാമതത്വം ഭഗവാനിൽ നിന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ പാർവതീദേവി വളരെയേറെ സന്തോഷിച്ചു. പാർവതീദേവി ഭഗവാനോട് പറഞ്ഞു, സംക്ഷേപിച്ച് അരുൾ ചെയ്തത് ഏതുമേ മതിയല്ല. അങ്ങ് വളരെ ചുരുക്കത്തിലാണ് രാമതത്വം മുഴുവൻ എന്നെ പറഞ്ഞു കേൾപ്പിച്ചത്. ഇത്രയും ചുരുക്കത്തിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ മഹത്വം അനാദി അനന്തമാണ് എന്നെനിക്ക് പിടികിട്ടി. അതുകൊണ്ട് ഇത്രയും മാത്രം കൊണ്ട് രാമകഥ അങ്ങ് നിർത്തിയാൽ പോരാ, ഇത് വളരെ വിശദമായി എനിക്ക് കേൾക്കണം. അത്രയേറെ കൗതുകം എനിക്കുണ്ട്. എനിക്ക് ശ്രീനാരായണന്റെ മാഹാത്മ്യങ്ങൾ ഒന്നൊഴിയാതെ കേൾക്കണം. അതിനാൽ വിസ്തരിച്ച് അരുളി ചെയ്തിടണം മടിയാതെ. യാതൊരു മടിയും കൂടാതെ അല്ലയോ ഭഗവാനെ അങ്ങ് രാമകഥ എനിക്ക് അതിന്റെ തത്വാർത്ഥത്തോടുകൂടി വിസ്തരിച്ച് ഉപദേശിച്ചു തരണം. ഇങ്ങനെ ദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് വേദസംഹിതമായ രാമായണത്തെ ഭഗവാൻ ദേവിക്ക് വിസ്തരിച്ച് കേൾപ്പിക്കുന്നത്. വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുര വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം. ഇതാദ്യം അരുൾ ചെയ്ത് ഉപദേശിച്ചത് ബ്രഹ്മാവാണ്. അത് 100 കോടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് 100 കോടി ഗ്രന്ഥവിസ്തൃതിയിലാണ് രാമകഥ മുഴുവൻ ബ്രഹ്മാവ് പറഞ്ഞു വച്ചത്. അത് വേദതുല്യമാണ്. അങ്ങനെയുള്ളതായ ഈ രാമായണത്തിന്റെ ആധ്യാത്മികമായ മൂല്യം അതാണ് ഞാൻ കേൾപ്പിക്കുന്നത് എന്ന് ഭഗവാൻ പാർവതിയോട് പറയുന്നു. അധ്യാത്മ രാമായണം എന്നു പേരിതിന്
ഞാൻ ഈ ഉപദേശിക്കുന്നതായ രാമായണത്തിന് അധ്യാത്മരാമായണം എന്നു പേര്. രാമായണത്തിൻ്റെ ആധ്യാത്മികമായ അർത്ഥത്തിന് സ്പഷ്ടത കൊടുത്തുകൊണ്ട് രചിക്കപ്പെട്ടിരിക്കുന്നതായ രാമായണം. അതിനാൽ അല്ലയോ ദേവി, ഈ അധ്യാത്മരാമായണം കേട്ടുകൊള്ളൂ എന്ന് ഭഗവാൻ ദേവിയോട് പറയുന്നു. എന്നിട്ട് വളരെ വിസ്തരിച്ച് തന്നെ രാമായണം ഭഗവാൻ പറയുന്നതാണ് നമ്മൾ തുഞ്ചൻ്റെ കിളിമകളുടെ കണ്ഠത്തിൽ നിന്ന് ഈ രാമായണ കാവ്യമായിട്ട് കേൾക്കുന്നത്. ഇങ്ങനെ ഭഗവാൻ തന്നെ രാമനായി അവതരിച്ചതിന് കാരണമുണ്ട്. ആ കാരണം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് കഥ. പങ്ക്തിഗന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി. രാക്ഷസവീരന്മാര് ഭൂമിയെ ഉപദ്രവിക്കുകയായിരുന്നു. ആരുടെ നേതൃത്വത്തിലാണ്? പങ്ക്തിഗന്ധരൻ, രാവണൻ തുടങ്ങിയതായ രാക്ഷസവീരന്മാരുടെ അതിക്രമങ്ങൾ മൂലം ലോകത്തിന് സമാധാനം ഇല്ലാണ്ടായി. എല്ലാ മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ദേവന്മാരെയും യക്ഷ കിന്നര ഗന്ധർവ അപ്സരസാദികളെയും ഒക്കെ രാവണൻ എല്ലാ ലോകങ്ങളിലും നടന്ന് അവരെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് ആ ലോകങ്ങളെല്ലാം കൊള്ള ചെയ്ത് ഇങ്ങനെ ഏവരെയും വേദനിപ്പിക്കുന്നു. ഇവരെല്ലാം ഭൂമിയുടെ മക്കളാണ്. രാവണനും ഭൂമിയുടെ സന്താനം തന്നെ. ഭൂമിദേവിയുടെ അനുഗ്രഹത്താലാണ് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് ഭൂമിയുടെ സംരക്ഷണയിൽ വളർന്ന് സുഖമായി ജീവിക്കുന്നത്. ഏതൊരമ്മയും ആഗ്രഹിക്കുക ആ മക്കൾ സുഖമായി കഴിയണം എന്നാണ്. ഭൂമിദേവി എന്ന ആ അമ്മ ദുഃഖത്തോടുകൂടി കാണുന്നു തൻ്റെ മക്കളെ ഇവിടെ വേദനിപ്പിക്കുന്നു. ആര്? തൻ്റെ സന്താനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കുന്ന രാവണൻ അയാളുടെ സുഹൃത്തുക്കളോടൊപ്പം അവരും തൻ്റെ സന്താനങ്ങൾ തന്നെ തൻ്റെ മറ്റെല്ലാ സന്താനങ്ങളെയും പരിധിയില്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നു. അവരുടെ ദുഃഖം കണ്ടുകൊണ്ടിരിക്കാൻ അമ്മയെന്നുള്ള നിലയിൽ തനിക്ക് സാധ്യമല്ല. ആരുപദേശിച്ചാലും രാവണൻ കേൾക്കില്ല. ആരെല്ലാം രാവണനെ ഉപദേശിച്ചു. രാവണന്റെ ജ്യേഷ്ഠ സഹോദരനായ വൈശ്രവണൻ പോലും ഉപദേശിച്ചു. അതിന്റെ ഫലം വൈശ്രവണന്റെ അളകാപുരി ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന വിഭൂതികളെല്ലാം കൊള്ള ചെയ്ത് ലങ്കയിലേക്ക് വന്നു. വൈശ്രവണനെ കൊന്നില്ലെന്നു മാത്രം. തന്റെ ജ്യേഷ്ഠനല്ലേ എന്നുള്ള കാരണം കൊണ്ടാകാം. ബാക്കി എല്ലാ പ്രകാരത്തിലും അദ്ദേഹത്തെ ഉപദ്രവിച്ചു. ലോകത്തിൽ എല്ലാവരെയും ഉപദ്രവിച്ചു.